മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റും അനാലിസുമായി നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യമായി ചോദിക്കാനുള്ളത് നമുക്ക് US മാർക്കറ്റിനെ പറ്റി തന്നെയാണ്. US മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഏകദേശം ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു പോസിറ്റീവ് രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നടത്തിയെങ്കിലും S&P 500 0.16% ഒരു നേട്ടം ഉണ്ടായിരുന്നു. നാസ്ഡാക്ക് നോക്കുമ്പോൾ 0.46% ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണിയിൽ ഇന്നലെ കാര്യമായിട്ട് ഒരു മൂവ്മെന്റ് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു. അത് ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിച്ചില്ലായിരുന്നു. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 41,900 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് വരും സെഷൻസിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശക്തമായിട്ട് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 43,700 പോയിന്റ് ആയിരിക്കും. സോ അറ്റ് ദ മൊമെന്റ് ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല, വളരെ റിസ്കി ആയിരിക്കും. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പുതിയ ലോങ് പൊസിഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ വീണ്ടും നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. എങ്കിൽ പോലും നാസ്ഡാക്ക് ഇൻഡെക്സിലെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇനി വരാൻ പോകുന്നത് 20,450. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡിൽ നമുക്ക് റിവേഴ്സൽ കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 21,000 പോയിന്റിലും ആയിരിക്കും. സർ, കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് നമുക്കൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ ബ്രെൻഡ് ക്രൂഡ് നമുക്കൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ 0.42% ഒരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിൽ നോക്കുമ്പോഴും 0.46% ഒരു നേട്ടം കാണുന്നുണ്ട്. ഏകദേശം ഒരു 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ഫ്ലാറ്റിഷ് നോട്ടിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ $71, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $73. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊരു ഫ്ലാറ്റ് 0.04% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് തന്നെ ആ ഒരു ഫ്ലാറ്റ് സ്റ്റോൺ നിലനിർത്തിക്കൊണ്ടാണ് ഒരു ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ട്രെൻഡിൽ ഒരു മാറ്റവുമില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $350 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഓൾ ടൈം ഹൈ 3,065 ആയിരിക്കും റെസിസ്റ്റൻസ്. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മേജർ രണ്ട് റെസിസ്റ്റൻസ് 3,095, അതിനുശേഷം 3,100 ആയിരിക്കും. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2,995. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഏതായാലും പോകാം. ഇന്ത്യൻ മാർക്കറ്റ് നില നോക്കുമ്പോൾ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നടത്തി. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടക്കത്തിൽ ചെറിയ രീതിയിലൊരു അപ്സൈഡ് മാർക്കറ്റ് എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ ആ ഒരു മൊമെൻറ്റം മാർക്കറ്റിന് നിലനിർത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മുകളിലോട്ട് ഉയരാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 23,869 എന്നൊരു ലെവലിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടന്നത്. നിഫ്റ്റി 50യിൽ സാറിനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50 നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ 21 ദിവസങ്ങളായിട്ട് നമുക്ക് നിഫ്റ്റി 50 ഒരു നേട്ടം കാണാൻ സാധിക്കുന്നത്. നാച്ചുറലി ഇത്രയും വലിയൊരു നേട്ടം കിട്ടുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. സോ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ടുള്ള ട്രേഡിംഗ് അവസരങ്ങൾ മാർക്കറ്റിൽ വളരെ ചുരുക്കമായിട്ട് കാണുന്നത്. ഓൺ ദ കോൺട്രറി, എനിക്ക് തോന്നുന്നത് ഒത്തിരി നേട്ടം നമ്മൾ കണ്ടിരിക്കുന്ന പല സ്റ്റോക്സിലും താമസിക്കാതെ തന്നെ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി 50യിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ
3400 അതിനുശേഷം 23,150. സാർ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായി ഒരു നേട്ടം രേഖപ്പെടുന്ന ഒരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ഒരു ട്രേഡിംഗ് തുടങ്ങിയ ശേഷം നമ്മൾ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു അപ്സൈഡൊക്കെ എടുത്തെങ്കിലും പിന്നീട് ആ ഒരു മൊമെൻറ്റം നിലനിർത്താതെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 97 പോയിൻറ്റിൻ്റെ ഒരു ഇടിവിൽ 51,607 എന്നൊരു ലെവലിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളൊരു ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 52,000 എന്നൊരു ലെവൽ ടച്ച് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ സാറിനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നിഫ്റ്റി 50 പോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മേജർ സപ്പോർട്ട് 50,980, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 50,400, അതും ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 49,890 കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുന്ന വളരെ റിസ്കി ആയിരിക്കും. കറക്ഷൻ നടക്കട്ടെ. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. സാറിന് ഈ സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം എനിക്കൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഫെഡറൽ ബാങ്കിനെ പറ്റിയാണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് ഏതായാലും നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ ഒരു 0.5% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 194 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്ക് നമ്മളൊരു വീക്ക്ലി പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു 6% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസ് നമുക്കിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് സ്റ്റോക്കിനെ സംബന്ധിച്ച്, അതായത് ഏജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് ഫെഡറൽ ബാങ്ക് ഏകദേശം 4% ഓഹരികൾ ഏറ്റെടുക്കുമെന്നുള്ളൊരു ന്യൂസാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 3.2 കോടി ഓഹരികൾക്ക് ഏകദേശം 97.4 കോടി രൂപയുടെ ഏറ്റെടുക്കൽ ചെലവാണ് കണക്കാക്കുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ കേസിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ആൻഡ് നിഫ്റ്റി 50യോടൊപ്പം തന്നെ മാർച്ച് മാസത്തിന് തുടക്കം മുതൽ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റും ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് നമ്മൾ നേരത്തെ നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ പോലെ പറഞ്ഞതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ കേസിലും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 2 മേജർ സപ്പോർട്ട് ഏരിയ 188, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 185. എനിക്ക് തോന്നുന്നില്ല 185ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സ്റ്റോക്ക് ഇന്നലെ നമുക്ക് ഹൈ നൽകിയിരിക്കുന്നത് 197 രൂപയ്ക്ക് അടുത്ത 195 വളരെ മേജർ റെസിസ്റ്റൻസ്. അതുകൊണ്ടായിരിക്കണം ഇന്നലെ നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായത്. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വെൽസ്പൺ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 508 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു 10% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ വെൽസ്പൺ മിഷിഗൺ എഞ്ചിനീയേഴ്സ് ആരാധ്യ ആൻഡ് കമ്പനിയുമായി ഒരു സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത്. ഏകദേശം 328 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ വെൽസ്പൺ എന്റർപ്രൈസസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് റിക്കവറി മാർച്ച് മാസത്തിൽ കാണാനിടയായി. ബട്ട് വെൽസ്പൺ കോർപ്പ് ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 545ന്റെ അടുത്തൊരു വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. നിഫ്റ്റി 50യെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ആഴ്ച ഇനി പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 495, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 480. സാർ ഇനി അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് IRFCയെ പറ്റിയാണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കാം. IRFC നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ IRFC രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 0.19% ഒരു ഇടിവാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത്, അതായത് 5000 കോടി രൂപയുടെ ഒരു ടേം ലോൺ ധനസഹായം നൽകുന്നതിനായി ഇപ്പോൾ NTPC റിന്യൂവബിൾ എനർജിയുമായി ഒരു വായ്പാ കരാറിൽ ഏർപ്പെട്ടു എന്നൊരു ന്യൂസ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി പറയാനുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? IRFCയുടെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.
അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 126 രൂപയായിരിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 135. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 138, 141, 145 ഇത് മൂന്നുമായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് നോക്കുമ്പോൾ 1.87% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇന്നലെ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 1422 എന്നുള്ളൊരു ട്രേഡഡ് പ്രൈസാണ് നമുക്കൊരു ലാസ്റ്റ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു മന്തിൽ 7% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. പല ബ്രോക്കറേജിൽ നിന്നുള്ള ചില റെക്കമെൻഡേഷൻസ് ഒക്കെ വോൾട്ടാസ് പോലെ തന്നെ പല AC സംബന്ധമായ സ്റ്റോക്കുകൾക്കൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു വ്യൂ എന്താണ്? വോൾട്ടാസിന്റെ കേസിലും പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബൈങ് അവസരമൊന്നും കാണുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് നിഫ്റ്റി 50യോടൊപ്പം തന്നെ ഈ മാസം നല്ല നേട്ടം നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ 2 സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ 1380, അതിനുശേഷം 1335. ഈ 2 സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. അതിനുശേഷം ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1530, അതിനുശേഷം 1645. 1645ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വിഷ്ണുവിലോട്ട് ഞാൻ തിരിച്ചു വരുന്നതിന് മുൻപ് ഇന്നലെ ഇതേ ഫോറത്തിൽ ഞാൻ ടെക്നോളജി സ്റ്റോക്സിനെ കുറിച്ച് അന്റിയോട് സംസാരിച്ചിരുന്നു. അതിൽ വീണ്ടും ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഒന്ന് TCSന്റെ കേസിൽ ഇന്നലെ നേരിയ ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ടെക്നോളജി സ്റ്റോക്സിൽ ഒരു റിവേഴ്സൽ നടക്കുമെന്ന്. സോ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കേണ്ട. ബട്ട് ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും HCL ടെക്നോളജി, ടാറ്റ കൺസൾട്ടൻസീസ്, അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി. ഇത്തരം സ്റ്റോക്സ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ONGC ആണ്. ONGC നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 0.65% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 242 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു 7.54% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ONGCയിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ONGCയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് എനിക്കൊരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പല ഈ ഫോറത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെ ആദ്യം തന്നെ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആകുക. കംഫർട്ടബിൾ ആണെങ്കിൽ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ 249ന്റെ റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത റെസിസ്റ്റൻസ് 255, 261, 268 ആയിരിക്കും. നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ഇന്നത്തെ ട്രേഡിൽ 238. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് IFB ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 0.91% ഒരു ഇടിവാണ് ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയത്. നിലവിൽ 1294 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 14% ഒരു നേട്ടം കഴിഞ്ഞ വീക്കിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? IFB ഇൻഡസ്ട്രിയുടെ കേസിലും ദിസ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു ഇടിവ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ മാർക്കറ്റിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ട്രേഡിൽ വീണ്ടും ഒരു നേരിയ സെല്ലിംഗ് പ്രഷർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ സെല്ലിംഗ് നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1190 രൂപ. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രേഡിംഗ് അവസരം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് നോക്കുമ്പോൾ 3.1% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് 88 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ നോക്കുമ്പോൾ 5.6% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്?
കാനറ ബാങ്കും നമുക്ക് മാർച്ച് മാസത്തിലൊക്കെ ഇതുവരെയും നമുക്ക് നല്ല നേട്ടം നൽകിയിരിക്കുന്നത്, ഇന്നലെ കണ്ടിരിക്കുന്നത് അതിനെ തുടർന്നുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കറക്ഷൻ തുടരുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 85 രൂപ. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് NMDC ആണ്. NMDC നോക്കുമ്പോൾ ഇന്നലെ 1.9% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 68 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ 9% ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മന്തിൽ നോക്കുമ്പോൾ നമുക്കൊരു 10% മുകളിലേക്ക് ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ സാർ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? MMTC ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ്. ബട്ട് ഈ ഒരു സ്ഥാപനം ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ കമ്പനിക്ക് മികച്ച ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെ ഇല്ല. ഇതിൽ കഴിഞ്ഞ 1-1.5 വർഷത്തിനിടെ നമ്മൾ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കണ്ടിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ബേസിസിൽ നമുക്ക് ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. പ്യുവർ സ്പെക്കുലേഷന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 60 രൂപ, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 70, അതിനുശേഷം 75 ആയിരിക്കും. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ITC ഹോട്ടൽസ് ആണ്. നിലവിൽ 0.32% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 196 എന്നൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ITCയിൽ നിന്ന് ഡീമർജ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഇടിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കഴിഞ്ഞ ഒരു വീക്കൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു 20% അടുത്ത ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോഴും ഏകദേശം ആ ഒരു 20% എന്നൊരു നേട്ടം ഈ ഒരു മാസം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഈ സ്റ്റോക്കിന്റെ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. 3 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത്. ഇന്നലത്തെ ട്രേഡിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്നുള്ളൊരു കാര്യവും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിന് 180 രൂപയിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ ചാൻസസ് കാണുന്നുണ്ട്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സൈബർ ടെക് ആണ്. സൈബർ ടെക് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർസ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 4% ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 152 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി നോക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു നേട്ടം നമുക്ക് കഴിഞ്ഞ വീക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു 4% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി പെർഫോമൻസ് ഈ ഒരു മാസം നോക്കുമ്പോഴും 1% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തി ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സൈബർ ടെക് സിസ്റ്റത്തിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് NTPC ഗ്രീൻ എനർജിയാണ്. സ്റ്റോക്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 3.48% ഒരു ഇടിവാണ് NTPC ഗ്രീൻ എനർജി രേഖപ്പെടുത്തിയത്. സ്റ്റോക്കിൽ നമുക്ക് ഒരു ടേക്ക് എന്താണ് സാറിൻ്റെ, അതായത് ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം ടേക്ക് എന്താണ്? NTPC ഗ്രീൻ എനർജി അതിന്റെ ഒരു ഡിമേർജിന് ശേഷം കനത്ത സെല്ലിംഗ് ആയിരുന്നു നേരിട്ടത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ മാസം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 105 രൂപ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബട്ട് ഇന്നും നാളെ ഒക്കെ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നേരിടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 95-97 ആ ഒരു റേഞ്ച് ശ്രദ്ധിച്ചിരിക്കാം. അവിടെ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. ഇത് 105 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 111, 120, 130 ആയിരിക്കും. സോ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും നമ്മുടെ റഡാറിലോട്ട് കൊണ്ടുവരാം.
സാർ നമുക്ക് അടുത്ത ഒരു സ്റ്റോക്കായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ സൊമാറ്റോയാണ്. സൊമാറ്റോ ഇന്നലെ നോക്കുമ്പോൾ 5.8% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. 209 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ ജനുവരിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഏകദേശം 20% ഒരു ഇടിവ് ജനുവരിയിൽ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം ഒരു 1% താഴെ ഒരു നേട്ടം രേഖപ്പെടുത്തുകയും ഈ മാസം ഒരു 5% ഇടിവ് എന്ന രീതിയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊമാറ്റോയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സൊമാറ്റോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ട്രേഡിംഗ് അവസരം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ട്രെൻഡ് വരുന്നു എന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ വരുന്ന 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 198 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. സാർ മറ്റൊരു സ്റ്റോക്ക് കൂടി ഇപ്പോൾ നമ്മുടെ ഫോക്കസിലുള്ളത് ഇതേ സെഗ്മെൻറ്റിൽ വരുന്ന തന്നെ ഒരു സ്റ്റോക്കാണ്. സ്വിഗ്ഗിയുടെ ഓഹരിയെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. സ്വിഗ്ഗി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു IPOയ്ക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിലും വളരെ താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ വലിയൊരു ഇടിവായിരുന്നു കഴിഞ്ഞ മാസവും അതിന് മൊത്തം മാസമൊക്കെ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ ഒത്തിരി നിരാശപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്ക്. ഡിസംബർ മാസത്തിൽ 600-605 അടുത്തായിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്ക് കനത്ത സെല്ലിംഗ് ആണ് നേരിട്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിലും സൊമാറ്റോ പോലെ തന്നെ ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 317 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. സാർ അടുത്ത ഒരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് BSE ലിമിറ്റഡ് ആണ്. നിലവിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വീക്കിലി പെർഫോമൻസ് എടുക്കുമ്പോൾ 21% ഒരു റിട്ടേൺ കഴിഞ്ഞ വീക്കിലി ഒരു സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉടനെ പ്രതീക്ഷിക്കാമോ, അതോ എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക്? BSEയുടെ കേസിലും നമുക്ക് നല്ലൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ 2 ആഴ്ചക്കിടെ. ആൻഡ് ഇന്നലെ മെഞ്ഞാന്നു ഈ സ്റ്റോക്കിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 4200 രൂപയ്ക്ക് അടുത്ത. ആൻഡ് നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്നാണ്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 4930 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 5200, 5500, 5800. സാർ അവസാനമായൊരു സ്റ്റോക്ക് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കാണ്. ഏതായാലും 3.6% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്കിൽ കഴിഞ്ഞൊരു വീക്കിൽ 6% ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഒത്തിരി നിരാശപ്പെടുത്തുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിങ് സെക്ടറിലും നിഫ്റ്റി 50-ലും ഒക്കെ ഇത്രയും ശക്തമായ ഒരു റിക്കവറി കണ്ടിട്ട് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ സ്റ്റോക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ലോ ലെവലിന്റെ വളരെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ഓൾ ടൈം ലോ ഇപ്പൊ നിലനിൽക്കുന്ന 26 രൂപ 15 പൈസ. സോ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം 26 രൂപയായിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. താങ്ക് യു സാർ, ഇത്രയും വിലപ്പെട്ട അഡ്വൈസസ് നമുക്ക് വേണ്ടി നൽകിയതിന്.